സോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബെക്ക് എൽഡിസി, എൽജിഎസ് ലെവലിലൊക്കെയുള്ള എല്ലാ എക്സാംസിനും പൊതുവായിട്ടുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ജീവശാസ്ത്രം. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള അറിവ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന ഒരു ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ, അത് എന്ന് പറയുന്നത് കോശം, പിന്നെ അതിൻ്റെ ഘടന, കോശത്തിൻ്റെ ഘടന, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് കോശം? നമുക്കെല്ലാം അറിയാം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം എന്ന് പറയുന്നത്. അതൊരു ബേസിക് ആയിട്ടുള്ളൊരു നിർവചനം പോലെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അതിനുശേഷം കോശത്തെക്കുറിച്ചുള്ള പഠനം, സൈറ്റോളജി ഇമ്പോർട്ടൻ്റ് ആണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനത്തെ പറയുന്ന പേര് സൈറ്റോളജി എന്നാണ്. അത് പി വൈക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കോശം ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ഹുക്ക്. അദ്ദേഹം അത് കണ്ടുപിടിച്ചത് വർഷം 1665. കോശത്തെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഒരു ബുക്കാണ്, റോബർട്ട് ഹുക്ക് രചിച്ച ഒരു ബുക്കാണ് മൈക്രോഗ്രാഫിയ എന്ന് പറയുന്നത്. ഈ മൈക്രോഗ്രാഫിയാണ് കോശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യത്തെ പുസ്തകം. ഫസ്റ്റ് ബുക്ക് അബൌട്ട് ദ സെൽസ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന മൈക്രോഗ്രാഫിയാണ്. അത് എഴുതിയത് ആരാണ്? റോബർട്ട് ഹുക്ക് തന്നെയാണ്. ആ വർഷം ഏതാ വരുന്നത്? 1665. അത് കഴിഞ്ഞാൽ പിന്നെ കോശത്തെക്കുറിച്ച് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെൽ തിയറി അഥവാ കോശ സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് ആവിഷ്കരിച്ചിട്ടുള്ളത് 2 ശാസ്ത്രജ്ഞന്മാരാണ്, എം.ജെ. ഷ്ലീഡനും തിയോണ്ടർ ഷ്വാനും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു? ഒരു 3 സയൻറ്റിസ്റ്റുകൾ, 3 ശാസ്ത്രജ്ഞന്മാരുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 പേരും എന്താണ്? സെൽ തിയറിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ്. കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം രചിച്ച പുസ്തകം മൈക്രോഗ്രാഫിയാണ്. അത് 1665. പിന്നെ സെൽ തിയറി വരുന്നുണ്ട്. സെൽ തിയറിയെ മായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ എം.ജെ. സ്ലീഡനും, എം.ജെ. എന്നുള്ള അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മത്തിയാസ് ജേക്കബ് ഷ്ലീഡനും പിന്നെ തിയാണ്ടർ ഷ്വാനുമാണ് വരുന്നത്. അപ്പോൾ ഓക്കെ. അപ്പോൾ എന്താണ് ഈ കോശ സിദ്ധാന്തം പറയുന്നത്? മെയിനായിട്ട് 3 കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാ ജീവജാലങ്ങളിലും എന്തുണ്ട്? കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് മേ ബി യൂണിസെല്ലുലാർ ആവാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആകാം. എന്ന് വെച്ചാൽ ഏകകോശ ജീവികളോ അല്ലെങ്കിൽ ബഹുകോശ ജീവികളോ. എല്ലാ ജീവജാലങ്ങളും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ, നമ്മൾ ഈ സെല്ലിൻ്റെ ഡെഫിനേഷനിൽ പഠിച്ച പോലെ ജീവന്റെ അടിസ്ഥാന യൂണിറ്റ്, ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? കോശമാണ്. പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് മുൻപ് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്നാണ് ന്യൂ സെൽസ് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അല്ലാതെ എല്ലാതും പുതിയതായിട്ട് സെല്ലുകൾ തന്നെ ഉണ്ടാവുകയല്ല. എക്സിസ്റ്റിംഗ് സെൽസിൽ നിന്ന് കോശവിഭജനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ന്യൂ സെൽസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മളിവിടെ എം.ജെ. സ്ലീഡനും സെൽ തിയറി പറഞ്ഞപ്പോൾ എം.ജെ. സ്ലീഡനും തിയാണ്ടർ ഷ്വാനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ എം.ജെ. സ്ലീഡൻ എന്ന് പറയുന്നത് എല്ലാ സസ്യങ്ങളും കോശനിർമ്മിതമാണ്. അപ്പോൾ സസ്യങ്ങളുടെ കോശങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് നടത്തിയ ആളാണ് എം.ജെ. സ്ലീഡൻ. അദ്ദേഹം അത് നടത്തിയത് 1838. വർഷവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ തിയാണ്ടർ ഷ്വാൻ എന്ന് പറയുന്നത് എല്ലാ ജന്തുക്കളും കോശനിർമ്മിതമാണ്. അപ്പോൾ സസ്യകോശങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുള്ളത് എം.ജെ. സ്ലീഡനും, തിയാണ്ടർ ഷ്വാൻ എന്താ ചെയ്തിട്ടുള്ളത്? ജന്തുകോശങ്ങളെ കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പോൾ 1838, 1839 വർഷങ്ങൾ, അതും ഒന്ന് നോട്ട് ചെയ്യണത് നല്ലതാണ്. പിന്നെ അടുത്തൊരു സയൻറ്റിസ്റ്റാണ് റുഡോൾഫ് വിർഷോ. ഇദ്ദേഹം പറയുന്നത് എന്താ? നമ്മുടെ സെൽ തിയറിയിൽ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ കാര്യം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇദ്ദേഹമാണ്, റുഡോൾഫ് വിർഷോ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ഇദ്ദേഹമാണ്. അപ്പോൾ നമ്മൾ 4 സയൻറ്റിസ്റ്റുകൾ ഇതുവരെ പഠിച്ചു. റോബർട്ട് ഹുക്ക്,
സെല്ല് ആദ്യമായി കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ പുസ്തകം മൈക്രോഗ്രാഫിയ 1665. പിന്നെ സെൽ തിയറിയിലെ എം.ജെ. ഷ്ലീഡനും തിയാൻഡർ ഷാനും അതുപോലെ തന്നെ റുഡോൾഫ് വിർഷോ അദ്ദേഹം എന്ന് പറയുന്നത് നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കോശം എന്താണ്, അതിനെക്കുറിച്ചുള്ള പഠനം, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില സയന്റിസ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഇനി എന്താണ് കോശത്തിന്റെ ധർമ്മങ്ങൾ? കോശത്തിന്റെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? പോഷകങ്ങളിൽ നിന്ന് എന്നാണ് കേട്ടോ. പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്നു. നമുക്ക് ലഭിക്കുന്ന നമ്മൾ ഭക്ഷണത്തിലൂടെയും മറ്റു കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിറ്റമിൻസ്, അങ്ങനത്തെ മിനറൽസ്, അതിൽ നിന്നൊക്കെ ഊർജം സ്വതന്ത്രമാക്കുന്നത് സെൽസ് ആണ്. ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു കോശങ്ങളും, അതുപോലെ തന്നെയുള്ള ബയോമോളിക്യൂൾസ് നിർമ്മിക്കുന്നത് സെൽസ് ആണ്. അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോശത്തിന്റെ എന്താണ് ധർമ്മമാണ്, അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു എന്നുള്ളത്. സോ അതിനു മുമ്പ് തന്നെ ഇവിടെ കോശമർമ്മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കണ്ടെത്തിയൊരു ശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം എന്താണ്? റോബർട്ട് ബ്രൗൺ ആണ് അദ്ദേഹത്തിന്റെ പേര്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കും, കോശമർമ്മം കണ്ടുപിടിച്ചത് വേറൊരു സയന്റിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഏകദേശം സിമിലർ ആണ്, റോബർട്ട് ബ്രൗൺ എന്നുള്ളൊരു വ്യത്യാസമുള്ളൂ. മറ്റേത് ഹുക്ക്, ഇത് റോബർട്ട് ബ്രൗൺ. പിന്നെ ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ അതിന്റെ പേര് ആന്റൺ വാൻ ലൂവൻ ഹുക്കാണ്. ജീവനുള്ള കോശം എന്ന് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ആദ്യത്തെ കോശം കണ്ടെത്തിയത് ആരാ? റോബർട്ട് ഹുക്കാണ്. കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. അതുപോലെ തന്നെ ജീവനുള്ള കോശം എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തിയത് ആന്റൺ വാൻ ലൂവൻ ഹുക്ക് എന്ന് പറഞ്ഞുള്ള സയന്റിസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മൾ കോശത്തിന്റെ ധർമ്മങ്ങൾ പറഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കോശത്തിന്റെ ഘടന എന്ന് പറയുന്നത്. കോശത്തിന്റെ ഘടന, അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു ടൈംസ് പരിചയപ്പെടുത്താം. മെയിനായിട്ട് കോശം എന്ന് പറയുമ്പോൾ, സെൽ എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങളുണ്ട്. കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, കോശദ്രവ്യം അഥവാ സൈറ്റോപ്ലാസം ഉണ്ട്, കോശാംഗങ്ങൾ അഥവാ സെൽ ഓർഗനൽ. ഈ 3 മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് കോശത്തിന്റെ സ്ട്രക്ചറിൽ വരുന്നത്, സെല്ലിന്റെ സ്ട്രക്ചറിൽ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. കോശസ്തരം എന്ന് പറയുന്നത് എന്താണ്? കോശസ്തരം ഈ കാണുന്ന ഒരു മെംബ്രെയിനെ പറയുന്ന പേരാണ് എന്ത്? കോശസ്തരം. ഇത് മൊത്തമായിട്ടുണ്ട്, ഈ കോശത്തിന്റെ മൊത്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് എന്ത് വരുന്നത്? കോശസ്തരം എന്ന് പറയുന്നത്. കോശദ്രവ്യം എന്ന് പറയുന്നത് എന്താ? ഇപ്പോ കോശദ്രവ്യം ഈ പറയുന്ന ഈ ഒരു ഗ്രീനിഷ് ആയിട്ടുള്ള ലിക്വിഡാണ്. ഈ ഗ്രീനിഷ് ആയിട്ടുള്ള ഈ കാണുന്ന ലിക്വിഡാണ് എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യം എന്ന് പറയുന്നത്. പക്ഷെ അതിൽ എക്സെപ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മളെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് അല്ല. ന്യൂക്ലിയസ് എക്സ്ക്ലൂഡഡ് ആണ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ. കോശമർമ്മം ഉൾപ്പെടുന്നില്ല. കോശമർമ്മം ഒഴികെയുള്ള ബാക്കി എല്ലാ ഇതും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോശദ്രവ്യത്തിലാണ്. അതൊരു ജെല്ല് പോലത്തുള്ള ഒരു ഇതാണ്, ഓർഗനലാണ്. ഓർഗനലല്ല, ജെല്ല് പോലെ കാണപ്പെടുന്ന ഒരു സംഭവമാണ് സൈറ്റോപ്ലാസം. ലിക്വിഡ് പോലത്തെ ഒരു സംഭവമാണ് കോശത്തിന്റെ ഉള്ളിൽ. ആ കോശദ്രവ്യത്തിലാണ് സെൽ ഓർഗനൽസ് എല്ലാം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ കോശമർമ്മം കോശദ്രവ്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന്റെ ആൻസർ ഇല്ല എന്നാണ്. കോശമർമ്മം ഒഴികെയുള്ളവ എല്ലാതും കോശദ്രവ്യത്തിലാണ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോശാംഗങ്ങൾ എന്ന് പറയുന്നത് ഈ കാണുന്ന കാര്യങ്ങളൊക്കെയാണ്. മൈറ്റോകോൺട്രിയ, ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ ഓരോ കോശത്തിന്റെ ദ്രവ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഓരോ സംഭവങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കോശാംഗങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ നമ്മൾ 3 കാര്യങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു. ഒന്ന് സെൽ മെംബ്രെയിൻ, കോശസ്തരം, അതുപോലെ തന്നെ കോശദ്രവ്യം പറഞ്ഞു, അതുപോലെ തന്നെ കോശാംഗങ്ങൾ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് അവയുടെ ധർമ്മങ്ങൾ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും സെൽ ഓർഗനൽസിന്റെ പേരും അതിന്റെ ധർമ്മങ്ങളും
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ചിരിക്കാം. കോശസ്തരം. കോശത്തിന്റെ ആവരണം ചെയ്യുന്ന കോശത്തിന്റെ അതിര്. കോശത്തിനെ ആവരണം ചെയ്യുന്ന കോശത്തിന്റെ അതിര്. ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണിത്. അതായത് എന്ന് പറയുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് വെച്ചാൽ വേറൊന്നല്ല. സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളെയും കടത്തിവിടില്ല. പകുതി ആവശ്യമുള്ള വസ്തുക്കളെ മാത്രം കോശത്തരം കടത്തിവിടും. അതാണ് സെമി പെർമിയബിൾ എന്ന് പറയുന്നത്. മറ്റേത് സുതാര്യം, അതാര്യം അറിയാലോ. അതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സംഭവമാണ് കോശത്തരം. സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ്. കോശദ്രവ്യം എന്ന് പറയുമ്പോൾ അതാ ഇവിടെ വീണ്ടും വന്നിട്ടുണ്ട്. ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശഭാഗങ്ങളെ കോശത്തിനകത്ത് നിലനിർത്തും. അതാണ് കോശദ്രവ്യം. ന്യൂക്ലിയസ് എന്താ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. ന്യൂക്ലിയസ് നമുക്ക് വേറെ ന്യൂക്ലിയസിന്റെ അകത്ത് കുറച്ച് സംഭവങ്ങൾ, കുറച്ച് അതിൻ്റെതായിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട്. വേറൊരു ഓർഗനലാണ് പാനം. പാനം എന്ന് പറയുന്നത് എന്താ? ജലം, ലവണം, ദ്രവ്യ വസ്തുക്കൾ എന്നിവയെ സംഭരിക്കും. അപ്പോൾ പാനത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ജലം, ലവണം, വിഷാക്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കുന്നത് പാനമാണ്. റൈബോസോം. നമ്മുടെ സെല്ലുകളിൽ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? റൈബോസോമാണ്. പിന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയായിട്ട് വർത്തിക്കുന്നു. സഞ്ചാരപാത, കോശത്തിനുള്ളിലെ സഞ്ചാരപാത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. അതിന്റെ മലയാളം വേർഡ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. അന്തർദ്രവ്യജാലിക. എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് പറഞ്ഞാൽ അന്തർദ്രവ്യജാലിക. നമുക്ക് അങ്ങോട്ട് വരാം. അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയ നമുക്ക് എല്ലാവർക്കും അറിയാം. പവർ ഹൗസ്. പവർ ഹൗസ് എന്ന് പറയും. മറക്കരുത്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ എന്താണ് കോശാംഗങ്ങൾ? ഇത് നമ്മുടെ എക്സിആർടി ടെക്സ്റ്റിലത്തെ പോയിന്റ്സ് ആണ്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങൾ. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും അതാണ് കോശാംഗങ്ങൾ. മർമ്മം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലകണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലിക ന്യൂക്ലിയസിനുള്ളിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതെന്ന് പറയുന്നത് ഇതാണ്. ഈ വല പോലെ കാണപ്പെടുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രോമാറ്റിൻ ജാലിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മർമ്മകം, ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ന്യൂക്ലിയസ്. അത് മർമ്മം. മർമ്മത്തിന്റെ ഉള്ളിലെ മർമ്മത്തിന്റെ കേന്ദ്രം, അതാണ് മർമ്മകം. അതാണ് ആ യെല്ലോ ആയിട്ട് കാണുന്നത്. പിന്നെ ഗോൾഗി വസ്തുക്കൾ, ഗോൾഗി അപ്പാരറ്റസ് അധികം വേറൊരു എന്താണ് സെൽ ഓർഗനലാണ്. എന്താണ് അത് പറയുന്നത്? തരപാളികൾ പോലെ, അടുക്കി വെച്ച തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശങ്ങളാണിവ. അതുപോലെ തന്നെ പ്രോട്ടീനുകളെയും ലിപ്പിഡുകളെയും ഇതെന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. കോശത്തിന്റെ പുറത്തേക്ക് അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. അപ്പോൾ ഇതിന് വേറൊരു പേര് കൂടി പറയുന്നത്, പ്രോട്ടീൻ ലിപ്പിഡുകൾ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകും. ഗോൾജി വസ്തുക്കളാണ് ഇത് പൊതിഞ്ഞിട്ട് ഇങ്ങനെ കോശത്തിന്റെ വെവ്വേറെ ഭാഗങ്ങളിലേക്ക് ആവശ്യമായി കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. ഇതിനെ ഒരു ട്രാഫിക് പോലീസ് എന്നുള്ള പേരും കൂടി ഇത് അറിയപ്പെടുന്നു. ട്രാഫിക് പോലീസ്. ഗോൾജി അപ്പാരറ്റസ് എന്തും കൂടി അറിയപ്പെടും? ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്ന സെൽ ഓർഗനൽ ഏതാന്ന് ചോദിച്ചെന്താ? ഗോൾജി വസ്തുക്ക. പിന്നെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്ന് നമ്മൾ പറഞ്ഞു. സഞ്ചാരപാത, കോശത്തിനുള്ള സഞ്ചാരപാതയാണ്. സഞ്ചാരപാത അന്തർദ്രവ്യജാലികയും ഗോൾജി വസ്തുക്കൾ ട്രാഫിക് പോലീസ്. ട്രാഫിക് പോലീസ് ചോദിച്ചാൽ ഗോൾജി വസ്തുക്കളും, സഞ്ചാരപാത ചോദിച്ചാൽ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. മൈറ്റോകോൺഡ്രിയ അറിയാം. ഊർജ ഉൽപാദന കേന്ദ്രം, ഇമ്പോർട്ടൻറ്റ്. പവർ ഹൗസ് ഹൈലൈറ്റ് ചെയ്യാം. ഊർജ ഉൽപാദന കേന്ദ്രം, പവർ ഹൗസ്.
വിതരണാംശാനുസരണം വിതരണവും ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ അതിൽ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ സസ്യകോശങ്ങളിൽ വരികയാണെങ്കിൽ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന ഒന്നാണ് പ്ലാസ്റ്റിക്സ് അഥവാ ജൈവ കണങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പ്ലാസ്റ്റിക്സ് അഥവാ ജൈവ കണങ്ങൾ? ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവ കണങ്ങൾ. അപ്പൊ നമുക്കറിയാം വിവിധ തരം ജൈവ കണങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ടോ? ക്ലോറോപ്ലാസ്റ്റ്, ഹരിത കണങ്ങളുണ്ട്, വർണ്ണകങ്ങളുണ്ട്, അതുപോലെ തന്നെ ശ്വേത കണങ്ങളുണ്ട്. മെയിനായിട്ട് പഠിക്കേണ്ട ഹരിത കണങ്ങൾ എവിടെയാണ് കാണപ്പെടുക? നമുക്കറിയാം ഇലകളിലെ ഇലകളിലും തണ്ടുകളിലും. ഇലകളിലും തണ്ടുകളിലും ഒരു പച്ച കളർ കാണപ്പെടുന്ന എന്തിന്റെ പ്രസൻസ് കാരണമാണ്? ഹരിത കണങ്ങൾ, ക്ലോറോപ്ലാസ്റ്റ്. ഇവ എന്തിനാണ് സഹായിക്കുന്നത്? പ്രത്യേക ഭക്ഷണം പാകം ചെയ്യുന്നത്, സംഭരിക്കുന്നതിന്, ആഹാരം സംഭരിക്കുന്നതിനും നിർമ്മിക്കുന്നതിനും. ഇവിടെ നമ്മുടെ കൊടുത്തിട്ടുണ്ട് ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും പ്രത്യേക ഭാഗങ്ങൾ, സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ഹരിതകണങ്ങൾ. അപ്പോൾ വർണ്ണകങ്ങൾ എവിടെയായിരിക്കും കാണുക? വർണ്ണകങ്ങൾ പഴങ്ങൾ, പൂക്കളിലും കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങളാണ്. ഇവ എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുന്നു. ഈ വർണ്ണകങ്ങൾ അഥവാ ക്രോമോപ്ലാസ്റ്റ് എവിടെ കാണുന്നത്? പൂക്കളിലും അതുപോലെ തന്നെ ഫലങ്ങളിലും. ഇവ ചെയ്യുന്ന ഒരു ഡ്യൂട്ടി എന്താണ്? പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ ആകർഷിക്കുക. അങ്ങനെ കുറച്ചും കൂടി ആകർഷകമായിട്ടുള്ള വർണ്ണങ്ങളിൽ പൂവും അതുപോലെ തന്നെ പഴങ്ങളൊക്കെ കാണപ്പെടാനുള്ള കാരണം എന്തുകൊണ്ട്? അത് പരാഗണത്തിന് ആവശ്യമായ ജീവികളെ ആകർഷിക്കാൻ ഉതകുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. പിന്നെ ശ്വേതകണങ്ങൾ. ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുത്ത അല്ലെങ്കിൽ കളറില്ലാത്തത്, നിറമില്ലാത്തതായ ജൈവ കണങ്ങളാണിവ. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്ന ശ്വേതം. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? വിത്തുകൾ, വേരുകൾ, തണ്ടുകൾ. ഒന്നുകൂടിയും പറയാം. ഹരിത കണങ്ങൾ ഇലകൾ, തണ്ടുകൾ. വർണ്ണകങ്ങൾ പൂവ്, കായ. ശ്വേതകണങ്ങൾ എവിടെയാ? വിത്ത്, വേര്, തണ്ട്. ഉത്തരം. ഇത് എൻറ്റയർ ആയിട്ട് എന്തിലാണ് നമ്മൾ കാണപ്പെടുന്നത്? സസ്യങ്ങളിൽ കാണപ്പെടുന്ന കാര്യങ്ങളാണ് ഇത് മൊത്തം. ഈ ബോക്സിലുള്ളത് മൊത്തം എവിടെയാണ് കാണപ്പെടുന്നത്? സസ്യങ്ങളിലെ കാര്യങ്ങളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഹരിതകണങ്ങളും വർണ്ണകങ്ങളും ശ്വേതകണങ്ങളും ഒന്നും എവിടെ ഉണ്ടാവില്ല? ജന്തുകോശങ്ങളിൽ ഉണ്ടാവില്ല. നമ്മൾ ജന്തുകോശങ്ങളിലുള്ള മറ്റൊരു ഫാന നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? മാലിന്യങ്ങൾ, ജലം എന്നിവയൊക്കെ സംഭരിക്കും. റൈബോസോം. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്? പ്രോട്ടീൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോശഭാഗം നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രം ഏതാണ്? റൈബോസോം. അങ്ങനെ. പിന്നെ ലൈസോസോം എന്ന് പറയുന്നതും ആത്മഹത്യ സഞ്ചി എന്നറിയപ്പെടുന്നത് എൻസൈംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കോശാംഗമാണ് ലൈസോസോം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ കഴിവുണ്ട്. ദഹന രാസകങ്ങളെ സമ്പുഷ്ട. ഇത്രയുമാണ് നമ്മൾ കോശത്തെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു ഒന്നുകൂടി നമുക്കൊന്ന് ഓർത്തിരിക്കാം. എന്താണ് കോശം? ജീവികളുടെ അടിസ്ഥാനവും ജീവധർമ്മപരമായിട്ടുള്ള അടിസ്ഥാന ഘടനാപരവും ധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാന ഘടകം. കോശത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ പഠിച്ചു. സൈറ്റോളജി. അതുപോലെ തന്നെ കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ ആണ്. ഇവിടെ ജീവനുള്ള കോശം ആദ്യം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗൺ. കോശമർമ്മം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ. ജീവനുള്ള കോശം ആദ്യമായി കണ്ടെത്തിയത് ആൻഡൻ വാൻ ലൂവൻ ഹുക്കാണ്. ആൻഡൻ വാൻ ലൂവൻ. MJ സ്വീഡൻ ഉണ്ട്. എല്ലാ സസ്യങ്ങളും കോശനിർമ്മിതമാണ്. അതുപോലെ തന്നെ പിയോണ്ട ഷ്വാൻ എന്താ പറഞ്ഞത്? ജന്തുക്കള് കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. റുഡോൾഫ് വിർഷോ നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതെന്ന് റുഡോൾഫ് വിർഷോ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ജീവനുള്ള കോശം കണ്ടെത്തിയത് ആൻഡൻ വാൻ ലൂവൻ ഹുക്കും. ആദ്യത്തെ കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കും. കോശമർമ്മം കണ്ടെത്തിയതാണ് എന്ത്? റോബർട്ട് ബ്രൗൺ. മറക്കരുത്, ഞാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ട് തെറ്റിപ്പോയിണ്ടായിരുന്നു. കോശത്തിന് കണ്ടുപിടിച്ചു കോശസ്തരം, കോശം. ഈ കോശസ്തരം എന്ന് പറയുന്നത് പ്രോട്ടീനുകൾ കൊണ്ടും ലിപ്പിഡുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതറിഞ്ഞിരിക്കുക.
കോശസ്തരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? പ്രോട്ടീൻസ് കൊണ്ട്, അതുപോലെ തന്നെ ലിപ്പിഡ് ഉണ്ട്. പിന്നെ അതിലത്തെ ഭാഗങ്ങൾ, ധർമ്മങ്ങൾ നമ്മൾ പറഞ്ഞു. കോശദ്രവ്യം, ന്യൂക്ലിയസ് ഒഴികെയുള്ള കോശങ്ങൾ കോശത്തിനകത്ത് നിലനിർത്തുന്നു. അവിടെ പറയുന്നുണ്ട് കോശങ്ങൾ. ക്രോമാറ്റിൻ ജാലിക, മർമ്മം. മർമ്മത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസിന്റെ കേന്ദ്രമാണ് മർമ്മകം. ക്രോമാറ്റിൻ ജാലികയുണ്ട്. ഗോൾജി വസ്തുക്കൾ എന്തായിരുന്നു? ട്രാഫിക് പോലീസ് ആണ്. ട്രാഫിക് പോലീസ്. ഗോൾജി വസ്തുക്കൾ ട്രാഫിക് പോലീസ്. അന്തർദ്രവ്യ ജാലിക എന്താ? പദാർത്ഥ സംവഹന പാതകളാണവ. സഞ്ചാരപാത എന്നും അറിയപ്പെടുന്നതാണ്. മൈറ്റോകോൺട്രിയ പവർ ഹൗസ് ആണ്. അതുപോലെ തന്നെ ഹരിതകണങ്ങൾ, വർണ്ണകങ്ങൾ, ശ്വേതകണങ്ങൾ നമ്മൾ പഠിച്ചു. ഫാനം ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. റൈബോസോം പഠിച്ചു. ചെറിയ യൂണിറ്റ് ഉണ്ട്. ഈ റൈബോസോം തന്നെ സ്മോൾ യൂണിറ്റ് ഉണ്ട്. 2 സബ് യൂണിറ്റ് ഉണ്ട് റൈബോസോമിന്. ഒന്ന് ബിഗ് യൂണിറ്റും ഒന്ന് സ്മോൾ യൂണിറ്റ്. അതാണ് ഇങ്ങനെ 2 ബ്ലൂവും ഗ്രീനായിട്ട് കൊടുത്തിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. എന്താണ്? പ്രോട്ടീൻ നിർമ്മാണമാണ് മാംസ്യ നിർമ്മാണ കേന്ദ്രം ലൈസോസം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. ഒരുപാട് PYQs ഈ ഭാഗത്തുനിന്ന് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.